ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫാണ് കേട്ടോ. ഇത് ബീഫ് കറി വെക്കാനല്ല, നമുക്കൊരു അടിപൊളി അച്ചാറിടാനാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിത്തെ നല്ല നല്ല കഷ്ണം ഇറച്ചി തന്നെ വേണം കേട്ടോ അച്ചാറിടാനൊക്കെ. അപ്പോൾ ഇതിത്തെ നെയ്യും ഒക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ചെറുതായി അരിഞ്ഞ് നല്ല വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് കുക്കറിലൊന്ന് ഒരു 3 വിസിലിന് നമ്മൾ ഇട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് വറുത്തെടുക്കാനൊക്കെ സുഖമാണ് ഇങ്ങനെ നമുക്ക് വേവിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് ഇത് മുറിച്ചെടുക്കണം കേട്ടോ. വലിയ കഷ്ണങ്ങളായാൽ നമുക്ക് എണ്ണയിലൊക്കെ വറുത്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാക്കാരം. വലിയ കഷ്ണങ്ങളൊക്കെ അച്ചാറൊക്കെ ആകുമ്പോൾ വലിയ കഷ്ണങ്ങളായി കിടക്കും. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായാൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ ഞാൻ ഈ കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതിൽ തന്നെ ബീഫിൽ വെള്ളമൊക്കെ ഉണ്ടായി വരും. അപ്പോൾ അങ്ങനെ ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ. 2 3 നമ്മൾ ഇറച്ചിക്കനുസരിച്ചുള്ള വേവിന് വിസിൽ വേണ്ടുള്ളൂ കേട്ടോ. 2 3 ഞാൻ 3 4 വിസിൽ ഇടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇറച്ചിയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ല വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇറച്ചിയിൽ വേവിച്ച് നമ്മൾ കുക്കറിൽ വേവിച്ചാലും വെള്ളം ഉണ്ടാവും, അത് നല്ല വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ എണ്ണയിൽ തന്നെ ഞാൻ അച്ചാറിന് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണതൊക്കെ ആ എണ്ണയിൽ തന്നെ കേട്ടോ. അത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ പൊടികൾ വേണ്ടാച്ചിട്ട്. അപ്പോൾ അതിലിതാ വെളുത്തുള്ളിയാണ് ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി തോനെയാണ്. തന്നെ പച്ചമുളകും ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് കറിവേപ്പില, നമ്മുടെ നാടൻ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കറിവേപ്പിലല്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർക്കണില്ല കേട്ടോ. ഇനി ഞാനിതാ അടുപ്പിൽ നിന്ന് ഈ ചട്ടി ഞാൻ താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കാശ്മീരി മുളക്, സാദാ എരിവുള്ള മുളകും പൊടി, മഞ്ഞൾപ്പൊടി ഇതും ചേർത്തിട്ട് ഈ ചെറിയ ചൂടിലിട്ടിട്ട് നല്ലോണം എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ തീ അടുപ്പത്താകുമ്പോൾ ഞാൻ കൂടുതൽ തീയല്ലേക്കാരം ചൂടുണ്ടാവും. അപ്പോൾ ഞാൻ ഇറക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നല്ലെണ്ണയിലാണ് കേട്ടോ ഇത് വറുത്ത് കോരി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേട് കൂടാതെ അച്ചാർ കൂടുതൽ ദിവസം വെക്കണമെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാനിതാ ഉലുവ പൊടിച്ചതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് 1.5 സ്പൂൺ നല്ല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് നമ്മളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് കായപ്പൊടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ വറുത്ത ബീഫിൻ്റെത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ മസാലയിലേക്കൊന്ന് നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ഇനിയാണിതിലേക്ക് നമ്മൾ സുർക്ക ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബീഫിൽ നമുക്ക് കൂടുതൽ വെളുത്തുള്ളിയുടെ ആവശ്യമാണ് കേട്ടോ. ഇഞ്ചി കുറച്ച് മതി. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ കുപ്പിയിൽ ഞാൻ കുറച്ച് സുർക്ക ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഞാൻ പുതിയ കുപ്പി എടുത്ത് വേറെ കുപ്പിയിൽ നിന്ന് കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ അത് ഈ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് വരുന്നു കേട്ടോ. ബീഫിൻ്റെ കണ്ടോ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തണുത്ത് കുപ്പിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുപ്പിയിലാക്കുമ്പോൾ ഈ കുപ്പിയുടെ ഉള്ളിൽ മുകളിൽ ഇങ്ങനെ എണ്ണ നിൽക്കണം കേട്ടോ. എണ്ണ തെളിഞ്ഞ് നിൽക്കണം. അങ്ങനെയാകുമ്പോൾ ഈ ബീഫ് അച്ചാർ കൂടുതൽ ദിവസം ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.